പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോ ഏറെ സ്നേഹിച്ചവരായിരുന്നു തൻ്റെ ശിഷ്യന്മാര് പലയിടങ്ങളിൽ നിന്നായി വിളിച്ച് തിരഞ്ഞെടുത്തവർ. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ധ്യാനിക്കുക. ഈശോ പിതാവിന്റെ സന്നിധിയിലേക്ക്, ഈ ലോകത്തിലെ തന്റെ പ്രവർത്തികൾക്കെല്ലാം ശേഷം പിതാവിന്റെ സന്നിധിയിലേക്ക് പോകേണ്ട ഈശോ മിശിഹ ഇവിടെ ആത്മാർത്ഥമായി തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. പിതാവേ, ഇവർ ലോകത്തിൻ്റെതെങ്കിലും ലോകത്തിൻ്റെതല്ലാതായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ മിശിഹ അവരൊന്നാക്കണം. അവർ ചിതറേണ്ടവരല്ല, അവരൊന്നാകേണ്ടവരാണെന്നും അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നൽകുന്നുണ്ട്. ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന നമുക്കും ലഭിക്കട്ടെ. കർത്താവിൻ്റെ ഈ വലിയ കൃപയാൽ നമ്മളെല്ലാവരും ഒന്നായി തീരാൻ വേണ്ടി, കർത്താവിൻ്റെ കൃപയാൽ ലോകത്തിൻ്റെതെങ്കിലും ലോകത്തിൻ്റെതല്ലായി തീരാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ പൗരോഹിത്യ പ്രാർത്ഥനയിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിൻ വഴിയേ നടക്ക